ഹലോ ഹലോ ഗുഡ് മോർണിംഗ്. ഞാനിന്ന് എടുക്കാൻ പോകുന്ന വെബിനാർ PMS അതായത് ടാർഗറ്റ് മാനേജ്മെന്റ് സിസ്റ്റത്തിനെ കുറിച്ചാണ്. ഞാൻ എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യാം. നമ്മുടെ ലോഗിൻ പേജ് അതായത് ഡാഷ്ബോർഡ് വരുന്നത് ഇതാണ്. നിലവിലെ ഡാഷ്ബോർഡ് ലോഗിൻ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കാണുന്നത് ഹെഡ് ഓഫീസ് മാനേജർ ലെവൽ നോക്കുമ്പോഴത്തേക്കും
നിലവിൽ ആക്റ്റീവായ എന്തോരം ടാർഗറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ എന്തോരം അപ്രൂവൽസ് പെൻഡിങ് ഉണ്ട്, അതുപോലെ തന്നെ ടീമിന്റെ അച്ചീവ്മെന്റ്സ് ആണ്. പിന്നെ സ്ക്രോൾ ചെയ്ത് താഴത്തേക്ക് വരുമ്പോഴത്തേക്കും ഒരു ഓവർവ്യൂ ആണ്. അതായത് നമുക്ക് 3 ടൈപ്പ് സെക്ഷൻ ഉണ്ട്. ഒന്ന് നമ്മൾ സോൺ വൈസ് ഫിനാൻസ് അങ്ങനത്തെ സെക്ടേഴ്സ് നോക്കുവാണെങ്കിൽ നമുക്ക് ഇത് സോൺ വൈസ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യുന്നത് സോൺ. അതുപോലെ തന്നെ സോൺ റിലോൺ ചെയ്യുമ്പോഴത്തേക്കും സോൺ ഏതൊക്കെ സോൺ എത്ര സോൺ വേണമെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പൊ ഓരോ സോണിന്റെ താഴെ ഓരോ റീജിയൻ കാണും. റീജിയന്റെ താഴെ ബ്രാഞ്ച്, റീജിയൻ താഴെ ഏരിയ ഉണ്ടാവും, ഏരിയയുടെ താഴെ ബ്രാഞ്ച് ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് പ്രൊഡക്റ്റ് വൈസും ഫിൽറ്റർ കാണാൻ പറ്റും. അതുപോലെ നമുക്ക് ഓരോരോ ഫിനാൻസ് സെക്ടറിൽ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഓരോരോ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. ഇപ്പോൾ ലോൺ ആണെങ്കിൽ ഗോൾഡ് ലോൺ, അല്ലെങ്കിൽ റിക്കവറി കളക്ഷൻ, ഇൻഷുറൻസ്, അങ്ങനത്തെ സെക്ഷനായിട്ട് നമുക്ക് മാറ്റാം. പിന്നെ നമുക്ക് വരുന്ന റോൾ വൈസ് ആണ്. ഇപ്പൊ എംപ്ലോയി വൈസ് അല്ലെങ്കിൽ ഇപ്പൊ എച്ച്ഒയുടെ താഴെ വരുന്നത് സോൺ മാനേജർ, അതിന്റെ താഴെ റീജിയണൽ മാനേജർ, അതിന്റെ താഴെ ഏരിയ മാനേജർ, പിന്നെ ബ്രാഞ്ച് മാനേജർ, പിന്നെ എംപ്ലോയി വൈസ് ആ ഒരു സെപ്പറേറ്റ്, അതിനും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ താഴത്തേക്ക് നമുക്ക് വരുമ്പോഴത്തേക്കും ഒരു പ്രൊഡക്റ്റിന്റെ ഓവർവ്യൂ ആണ്. നമുക്ക് എന്തൊക്കെ പ്രൊഡക്റ്റ് ഉണ്ടോ അതിന്റെ ടാർഗറ്റ് എന്തോരം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, അതിൽ എന്തോരം അച്ചീവ് ചെയ്തു, നിലവിൽ എന്തോരം പെൻഡിങ് ഉണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. അത് നമുക്ക് മന്ത് വൈസും ക്വാർട്ടർ വൈസും ഇയർ വൈസും നമുക്ക് കാണാൻ പറ്റും. പിന്നെ മൈ പേഴ്സണൽ ടാർഗറ്റ് നമ്മൾ വരുന്നത് നമ്മുടെ എംപ്ലോയീസ് ഉണ്ടെങ്കിൽ എച്ച്ഒയുടെ താഴെയുള്ള ലെവലിൽ നമ്മൾ ടാർഗറ്റ് അസൈൻ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ആള് ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും, ഇപ്പൊ സോണൽ മാനേജർ ആണെങ്കിൽ ആള് ജോയിൻ ചെയ്യുമ്പോൾ ആൾക്ക് വരുന്ന ടാർഗറ്റ്സ് ആണ് മൈ പേഴ്സണൽ ടാർഗറ്റ്സ് കാണുന്നത്. പിന്നെ താഴേക്ക് വരുമ്പോൾ നമുക്ക് ഒന്ന് അച്ചീവ്മെന്റ് ബൈ കാറ്റഗറി ഉണ്ട്. അതായത് നമുക്ക് എന്തോരം കാറ്റഗറി ഉദ്ദേശിക്കുന്നത് പ്രൊഡക്റ്റ് തന്നെയാണ്. നമുക്ക് എന്തോരം അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്, അതിൽ നമ്മൾ എന്തോരം അച്ചീവ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. എച്ച്ഒ ലെവലിൽ നിന്ന് നമുക്ക് ഒരു ഓവർവ്യൂ ആണ്. പിന്നെ നമുക്ക് 2 സെക്ഷൻ ഉണ്ട്. ഒന്ന് ടോപ്പ് പെർഫോമേഴ്സും അതുപോലെ നോൺ പെർഫോമേഴ്സും ഉണ്ട്. അതായത് നമ്മള് ആ ടാർഗറ്റ് അസൈൻ ചെയ്തിട്ട് അതില് ടോപ്പായിട്ട് പെർഫോം ചെയ്യുന്നവരുടെ ലിസ്റ്റും, അതുപോലെ തന്നെ പെർഫോം ചെയ്യാത്തവരുടെ ഒരു ഓവർവ്യൂ നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമുക്ക് വരുന്നത് ടാർഗറ്റ് അസൈൻ ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് ടാർഗറ്റ് അസൈൻ ചെയ്യാൻ ടാർഗറ്റ് എന്ന് പറഞ്ഞൊരു മൊഡ്യൂളുണ്ട്. ആ ഫോമിൽ കയറുമ്പോഴത്തേക്കും നമുക്ക് ന്യൂ ടാർഗറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ന്യൂ ടാർഗറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് പ്രൊഡക്റ്റ് ആണോ ആ പ്രൊഡക്റ്റിന്റെ ടൈറ്റിൽ കൊടുക്കുക. അപ്പൊ നമുക്കൊരു ഈ മാസത്തെ പ്രൊഡക്റ്റിന് നമ്മൾ ഏതൊരു പീരീഡിലേക്കുള്ള ടാർഗറ്റ് ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇപ്പൊ ഈ മാസം ജൂലൈയിലേക്ക് ഒരു ലോണിന്റെ ടാർഗറ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നമുക്ക് ആ ടൈറ്റിൽ കൊടുക്കാം. അതുപോലെ തന്നെ കാറ്റഗറി നമുക്ക് സെലക്ട് ചെയ്യാം. ഇതില് നമുക്ക് കാറ്റഗറി വേണമെങ്കിൽ നമുക്ക് പുതിയതായിട്ട് ഇപ്പൊ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള കാറ്റഗറി ആണെങ്കിൽ നമുക്ക് ആ കാറ്റഗറി സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ വാല്യൂ, ടാർഗറ്റിന്റെ വാല്യൂ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എത്രയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന വാല്യൂ, അപ്പൊ അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് വരുന്നത് ഈ ടാർഗറ്റ് നമുക്ക് ഉദ്ദേശിക്കുന്ന ഈ മാസത്തേക്കാണോ അതോ നെക്സ്റ്റ് മന്തിലേക്കാണോ അതോ ഈ ഫിനാൻഷ്യൽ ഇയർ ആണോ, അതല്ലെങ്കിൽ നമുക്ക് കസ്റ്റമായിട്ട് നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റും. ഒരു സ്റ്റാർട്ട് ഡേറ്റ് എൻഡ് ഡേറ്റ് കൊടുത്തിട്ട് നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റും. ജസ്റ്റ് നമുക്ക് എന്തെങ്കിലും നോട്ട്സ് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് നോട്ട്സ് ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് വരുന്നത് ഏതൊക്കെ എംപ്ലോയീസിന്, അല്ലെങ്കിൽ നമുക്കിപ്പോ ഹെഡ് ഓഫീസിനാണെങ്കിൽ നമുക്ക് സോണൽ മാനേജർ അല്ലെങ്കിൽ സോണൽ മാനേജർക്ക് നമുക്ക് അസൈൻ ചെയ്യാം. അതായത് ഇപ്പൊ ഹെഡ് ഓഫീസുകാര് സോണൽ മാനേജർ ആണ്, അപ്പൊ ആൾക്ക് വേണ്ടി നമുക്ക് അസൈൻ ചെയ്യാം. ആളുടെ നെയിമിനകത്ത് കാണും. അപ്പോ ആൾക്ക് എത്ര എമൗണ്ട് നമുക്ക് കൊടുക്കാൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എത്ര എമൗണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്കത് കൊടുക്കാം. എന്നിട്ട് ടാർഗറ്റ് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ നമുക്ക് എത്ര പേർക്ക് വേണമെങ്കിൽ നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റും ഈ ടാർഗറ്റ് വെച്ചിട്ട്. ജസ്റ്റ് നമ്മളൊരു ടാർഗറ്റ് അസൈൻ ചെയ്ത് ലോൺ ഡിസ്ബേഴ്സ്മെന്റ് ആണ്. അത് നമ്മൾ അസൈൻ ചെയ്തിട്ട് എന്തോരം അച്ചീവ് ചെയ്തു നമുക്ക് പെർസെന്റേജ് വൈസ് കാണാൻ പറ്റും. അതുപോലെ നമുക്കിപ്പോ ഒരു ടാർഗറ്റ് ഇപ്പൊ നമ്മളൊരു 50,000 കൊടുത്തു, അത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ടാർഗറ്റിന്റെ വാല്യൂ കൊടുത്തിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ വാല്യൂ നമുക്ക് എഡിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പൊ ടൈം പീരീഡ് കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന് മാനേജർക്ക് ഉദ്ദേശം ഉണ്ടെങ്കിൽ നമുക്കത് എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ
ഇനി ഏതെങ്കിലും കൂടുതൽ എംപ്ലോയീസിനും കൂടി അസൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് അതും കൂടി അസൈൻ ചെയ്ത് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ആ ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പീരീഡ് ലോക്ക് ചെയ്യാം. അതായത് ആ പ്രൊഡക്റ്റിന്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ക്ലോസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പൊ നമ്മളൊരു ടാർഗറ്റ്, ഞാനിപ്പോ ഒരു ടാർഗറ്റ് സോണൽ മാനേജർക്ക് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ സോണൽ മാനേജർക്ക് ഇതൊരു സോണൽ മാനേജറിന്റെ ഡാഷ്ബോർഡാണ്. അപ്പൊ ആൾക്ക് അസൈൻ ചെയ്യുന്ന ടാർഗറ്റ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞാൽ മൈ പേഴ്സണൽ ടാർഗറ്റിൽ ഇപ്പൊ ഒരു ലോൺ 10,000 ലോൺ ഒരു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കത് അച്ചീവ്മെന്റ് ലോഗ് ഇടണം. നമ്മൾ എന്തോരം ടാർഗറ്റ് അച്ചീവ് ചെയ്തു. ഇപ്പോ 2,000 ആണെങ്കിൽ ഒരു അപ്രൂവലിന് പോകും. ആഫ്റ്റർ ദ അപ്രൂവൽ ഓൺലി ആണ് നമുക്ക് ആ ടാർഗറ്റ് എംപ്ലോയിക്ക് വരുള്ളൂ. ഇവിടെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും, ടാർഗറ്റ് അവൈറ്റിംഗ് അപ്രൂവൽ എന്ന് പറഞ്ഞ്. അത് നമുക്ക് അപ്രൂവ് ചെയ്യാം അല്ലെങ്കിൽ റിജക്ട് ചെയ്യാം. ജസ്റ്റ് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും നമ്മുടെ അച്ചീവ്മെന്റ് അപ്രൂവ്ഡ് എന്ന്. പിന്നെ നമുക്ക് വരുന്നത് മൈ അച്ചീവ്മെന്റ്സ്. നമ്മൾ ഇപ്പൊ എംപ്ലോയി ലെവൽ നോക്കുകയാണെങ്കിൽ ആ ഒരു എംപ്ലോയിയുടെ അച്ചീവ്മെന്റ്സ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ എന്തോരം അച്ചീവ് ചെയ്തു, അതുപോലെ തന്നെ അച്ചീവ്മെന്റ്സ് അപ്രൂവലും പെൻഡിങ്ങും നമുക്കിവിടെ അറിയാൻ പറ്റും. എന്തെങ്കിലും അച്ചീവ്മെന്റ്സ് പെൻഡിങ് ഉണ്ടെങ്കിൽ നമുക്കറിയാം. പിന്നെ നമുക്ക് വരുന്നത് സോഷ്യൽ വാൾ ആണ്. സോഷ്യൽ വാളിൽ നമുക്ക് ടോപ്പ് പെർഫോമൻസും അത് ഡെയിലി, വീക്കിലി, മന്ത്ലി, ഇയർലി നമുക്ക് പെർഫോമൻസിന്റെ ലിസ്റ്റ് കാണാം. അതുപോലെ തന്നെ ഒരു ഓവറോൾ ലീഡർ ബോർഡും ഉണ്ടാവും. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു വാളിൽ നമുക്ക് എന്തെങ്കിലും അനൗൺസ്മെന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്യാം. ഇപ്പൊ ഈ ഫിനാൻഷ്യൽ ഇയറിൽ ഇത്ര അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ഇൻസ്റ്റന്റ് അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഇമേജസ് കൂടി അപ്ലോഡ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. ടൈറ്റിൽ കൊടുക്കാൻ നമുക്ക് ജസ്റ്റ് ബോഡിയിൽ എന്തെങ്കിലും നോട്ട്സ് ആഡ് ചെയ്യാം. ദെൻ നമുക്ക് വരുന്ന അലോക്കേഷൻ ആണ്. അലോക്കേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്കൊരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യാം. ഈ വർഷത്തെ ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്തിട്ട് അത് നമുക്ക് കാറ്റഗറി ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഏത് പ്രൊഡക്റ്റിന്റെയാണ് നമ്മളൊരു അലോക്കേഷൻ പ്ലാൻ ക്രിയേറ്റ് ചെയ്യണത്, ആ ഒരു പ്രൊഡക്റ്റ് എടുത്തിട്ട് നമുക്ക് ഒരു സ്റ്റാർട്ട് ഡേറ്റ് എൻഡ് ഡേറ്റ് ഇതിനകത്തുണ്ട്. അപ്പൊ അത് ആ ഒരു പീരീഡിലേക്ക് നമുക്കത് ഒരു അലോക്കേഷൻ പ്ലാൻ, അത് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു ടാർഗറ്റ് അലോക്കേഷൻ ആണ്. അതായത് ഇപ്പൊ ഒരു ഗോൾഡ് ലോൺ നമ്മളൊരു പീരീഡിലേക്ക് കൊടുക്കുകയാണ്. അപ്പൊ ആ ഒരു പീരീഡിലേക്ക് ഒരു അലോക്കേഷൻ പ്ലാൻ പോലെ ജസ്റ്റ് അസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതായത് നമുക്കിപ്പോ അതുപോലെ നമുക്കത് ആ എമൗണ്ട് നമുക്ക് ആർക്കൊക്കെ എത്ര എമൗണ്ട് അസൈൻ ചെയ്യണം, നമുക്ക് എമൗണ്ട് കൂടെ അസൈൻ ചെയ്യാം. സോൺ വൈസ് ആണ് നമ്മൾ ജസ്റ്റ് എമൗണ്ട് കൊടുക്കാം. ഇനി നമുക്ക് എന്താ വെച്ചാൽ ഇപ്പൊ നമ്മളൊരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്ലാൻ ഇപ്പൊ സോണിലേക്ക്, സെൻട്രൽ സോണിലേക്ക് 20,000 ഗോൾഡ് ലോണിന് വേണ്ടി പ്ലാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ആ ഒരു സോണിന്റെ താഴെയുള്ള ആർക്ക് എത്ര സോൺ ഉണ്ടോ ആ സോണിന് അഗേൻസ്റ്റ് നമ്മളിപ്പോ 20,000 കൊടുത്തു കഴിഞ്ഞാൽ ആ 20,000 നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ആ സോണിന് താഴെ ഇപ്പൊ 2 സോൺ ഉണ്ട്, മധ്യപ്രദേശിനും ഉത്തർപ്രദേശിനും 2 സോൺ ഉണ്ടെങ്കിൽ ആ സോണിനും അത് സ്പ്ലിറ്റ് വൈസ് കൊടുക്കാം. അതായത് അതിന്റെ താഴെയുള്ള റീജിയനിലും നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ കൊടുക്കാം. പിന്നെ നമുക്ക് വരുന്നത് മന്ത്ലി കളക്ഷൻ എന്നൊരു പേജാണ്. അത് മന്ത്ലി കളക്ഷൻ ഉദ്ദേശിക്കുന്നത് നമുക്കൊരു
എന്തെങ്കിലും കളക്ഷൻസ് ഈ മന്ത് കിട്ടി, അതെന്തെങ്കിലും ഡ്യൂസ് ഉണ്ട്, ഓവർ ഡ്യൂ, അതുപോലെ അതിന്റെ റിപ്പോർട്ട്സ് നമുക്ക് മന്ത്ലി കളക്ഷൻ നമുക്ക് അറിയാൻ പറ്റും. അപ്രൂവൽസ് നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു എംപ്ലോയിക്ക് ഒരു ടാർഗറ്റ് അസൈൻ ചെയ്തു. ആ എംപ്ലോയി അത് അച്ചീവ് ചെയ്യുന്ന ഒരു ലോഗ് ഇടും. നമുക്കത് ഹെഡ് ഓഫീസ് ലെവൽ നൽകി, അതായത് ആ എംപ്ലോയിയുടെ അതോറിറ്റിക്ക്, അതായത് മാനേജർക്ക് ഒരു അപ്രൂവൽ പോകും. അതൊരു അപ്രൂവലിന്റെ പേജാണത്. പിന്നെ നമുക്ക് റിപ്പോർട്ട്സ് ഉണ്ട്, അതായത് പെർഫോമൻസ് റിപ്പോർട്ട്സ് നമുക്ക് എംപ്ലോയി വൈസ്, നമുക്ക് അല്ലെങ്കിൽ ബ്രാഞ്ച് വൈസ്, അതുപോലെ മാനേജർ വൈസ്, അച്ചീവേഴ്സ് വൈസ്, റാങ്ക് വൈസ് നമുക്ക് നമ്മുടെ പെർഫോമൻസ് റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അത് CSV ഫയലായിട്ട് എക്സൽ ഫോർമാറ്റിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. പിന്നെ നമുക്ക് വരുന്നത് ഒരു വാൾ വിസിബിലിറ്റി ആണ്. അതായത് നമ്മൾ സോഷ്യൽ വാളിൽ ഇടുന്ന പോസ്റ്റ് നമുക്ക് ആർക്കൊക്കെ കാണാൻ പറ്റും. ബ്രാഞ്ചിൽ നമുക്ക് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഏതൊക്കെ ബ്രാഞ്ചുകാർക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇത് ഉദ്ദേശിക്കുന്ന നമ്മളിപ്പോ ഒരു സോണൽ മാനേജറിന്റെ പേജിൽ ലോഗിൻ ആണ് നമ്മൾ ലോഗിൻ ചെയ്യണമെങ്കിൽ, സോണൽ മാനേജർക്ക് ആളുടെ താഴെയുള്ള റീജിയൻ, അതായത് ആ റീജിയനിൽ നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റും. നമുക്ക് ആ റൂള് ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ നമുക്ക് വരുന്ന നോട്ടിഫിക്കേഷൻ, ജസ്റ്റ് നമുക്ക് എന്തൊക്കെ നോട്ടിഫിക്കേഷൻ വന്ന് നമുക്ക് ഇവിടെ ബെൽബട്ടൺ അറിയുന്ന പോലെ തന്നെ ഒരു നോട്ടിഫിക്കേഷൻ പോലെ അറിയാൻ പറ്റും. പിന്നെ നമുക്ക് വരുന്ന പ്രൊഫൈലാണ്. അത് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ലോഗിൻ ചെയ്യുന്ന ആളുടെ പ്രൊഫൈലാണ്. ആ പ്രൊഫൈലില് ആളുടെ ഇമെയിൽ ID, അതുപോലെ ആളുടെ റോൾ എന്താണ്, നമുക്കത് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാം, മൊബൈൽ നമ്പർ. പിന്നെ നമുക്ക് പാസ്വേഡ്, നമുക്ക് എന്തെങ്കിലും നമ്മുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് പാസ്വേഡും ഈ ഒരു പ്രൊഫൈലിൽ കൂടി ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് വരുന്ന ഓർഗനൈസേഷൻ ആണ്. ഓർഗനൈസേഷൻ നമുക്ക് ഇവിടെ സെറ്റിംഗ്സ് ആണ്. നമുക്ക് പുതിയൊരു ഹെഡ് ഓഫീസിന്റെ താഴെ ഒരു പുതിയൊരു സോൺ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സോൺ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു റീജിയൻ വന്നു കഴിഞ്ഞാൽ റീജിയൻ ആഡ് ചെയ്യാം. പിന്നെ ആ റീജിയൻ ഏത് അതായത് ഏത് സോണിന്റെ താഴെയാണെന്ന് വെച്ചാൽ നമുക്കത് ആ സോൺ നമുക്ക് കൊടുക്കാം, നെയിം കൊടുക്കാം, അതുപോലെ ഒരു കോഡ് അസൈൻ ചെയ്യാം. അതുപോലെ തന്നെ പുതിയൊരു യൂസർ വന്നു കഴിഞ്ഞാൽ നമുക്ക് യൂസറിനെ ആഡ് ചെയ്യാം. ആ യൂസറിന്റെ റോള് ഇപ്പൊ എംപ്ലോയി ആണോ, ബ്രാഞ്ച് മാനേജർ ആണോ, ഏരിയ മാനേജർ ആണോ, റീജിയൻ മാനേജർ ആണോ, എന്താണ് അയാളുടെ റോള് അത് നമുക്ക് കൊടുക്കാം. ഇപ്പൊ സോൺ മാനേജർ ആണെങ്കിൽ ഏത് സോണിന്റെ താഴെയാണ് വരുന്നത് നമുക്ക് പറഞ്ഞു കൊടുക്കാം. എന്നിട്ട് യൂസറിനെ ക്രിയേറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഇത് ജസ്റ്റ് ഡ്രിൽ ഡൗൺ ആണ്. നമുക്ക് ഒരു എച്ച്ഒയുടെ താഴെ വരുന്ന ഡ്രിൽ ഡൗൺ ആണ്. അപ്പൊ എച്ച്ഒയുടെ താഴെ ഇത്ര സോൺസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ സോണിന്റെ താഴെ 2 റീജിയൻ, ആ റീജിയന്റെ താഴെ ഏരിയ, പിന്നെ നമുക്ക് വരുന്നത് ബ്രാഞ്ചിന് താഴെ എംപ്ലോയീസ് വരും. കാറ്റഗറീസ് ഉദ്ദേശിക്കുന്നത് നമ്മൾ പ്രൊഡക്ട്സ് ആണ്. നമുക്ക് പുതിയ പ്രൊഡക്റ്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ കാറ്റഗറി കൂടെ പുതിയൊരു പ്രൊഡക്റ്റ് ആഡ് ചെയ്യാൻ പറ്റും. ഗോൾഡ് ലോണോ അല്ലെങ്കിൽ ഒരു ഒരു ഇൻഷുറൻസ് എന്തെങ്കിലും നമുക്ക് ഉണ്ടെങ്കിൽ നമുക്കത് പുതിയതായിട്ട് ആഡ് ചെയ്യാം. നിലവില് ഇത്രയാണ് ടാർഗറ്റ് മാനേജ്മെന്റ് സിസ്റ്റത്തില് നമ്മൾ ചെയ്തേക്കുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ചോദിക്കാം. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കാനായിട്ട്?
ഓക്കെ എനിവേ താങ്ക് യു അൻപു. ഒരു ഷോർട്ട് പീരീഡിലാണെങ്കിലും നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. സോ ഇതിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ എല്ലാവരും യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, സോ താങ്ക് യു ഓൾ. താങ്ക് യു. താങ്ക് യു.